കെ പി നൗഷാദ് അലി, ശ്രീ ജയചന്ദ്രൻ പറഞ്ഞത് കേട്ടല്ലോ. ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ എല്ലാം പെടും, മന്ത്രിമാർ വാങ്ങിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകുമെന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. ശ്രീ ജയചന്ദ്രൻ മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളിൽ പിശകുണ്ട്. ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല. അദ്ദേഹം അങ്ങനെയൊക്കെ പറയാൻ നിർബന്ധിതനാണ് ഈ അവസരത്തിൽ. കാരണം അദ്ദേഹം വലിയ പ്രതിരോധത്തിലാണ്. കാരണം അങ്ങനെ ഒരു പ്രതിരോധത്തിലായ ആളുകളെ ന്യായീകരിക്കുന്നത് ശ്രമകരമായ ദൗത്യമാണല്ല. അത് അദ്ദേഹത്തിന് ഡിബേറ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റി കുറവൊന്നുമല്ല. ഇവിടെ അദ്ദേഹം പറഞ്ഞു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ ബാറുകളുടെ എണ്ണമൊക്കെ. ഞാൻ പറഞ്ഞത് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുമ്പോഴുണ്ടായിരുന്ന ബാറുകളുടെ എണ്ണമാണ്. അങ്ങനെ ബാറുകൾ എണ്ണം കുറഞ്ഞ് വരാൻ പല കാര്യകാരണങ്ങളും ഉണ്ടാവും, അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. പക്ഷേ ഉമ്മൻചാണ്ടി വളരെ കൃത്യമായിട്ട് പ്രഖ്യാപിക്കുകയും വർഷം തോറും 10% വീതം നമ്മുടെ ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെ എണ്ണം വരെ കുറച്ചു കൊണ്ടുവരാനുള്ള തീരുമാനം വളരെ കൃത്യമായി 2 വർഷക്കാലം നടപ്പിലാക്കി അതിൻ്റെയൊക്കെ എണ്ണം കുറച്ചു കൊണ്ടുവന്ന ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ 30-ൽ താഴെ ബാറുകൾ മാത്രമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്നതൊരു വസ്തുതയാണ്. നിങ്ങൾ എങ്ങനെ പിന്നെ അതെ 30-ൽ താഴെ എന്ന് പറയുമ്പോൾ 29 അതിൻ്റെ താഴെയൊക്കെ ആവാമല്ലോ. ഞാൻ 30-ന് മുകളിലില്ല എന്നേ അർത്ഥമാക്കുള്ളൂ. അപ്പോൾ അതിനൊന്നും എങ്ങനെ അതെ തീർച്ചയായിട്ടും. അപ്പോൾ അതിനൊന്നും എങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്താലും അതൊന്നും യാഥാർത്ഥ്യമല്ലാതാവുകയില്ല എന്ന് ശ്രീ ജയചന്ദ്രനെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ മന്ത്രി MP രാജേഷ് നൽകിയ പരാതിയുടെ മുകളിലാണ് ഇവിടെ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. മന്ത്രി MP രാജേഷിൻ്റെ പരാതിയിൽ ശ്രീ ജയചന്ദ്രൻ പറയുന്ന ഒരു കാര്യങ്ങളുമില്ല. അദ്ദേഹത്തിൻ്റെ പരാതിയിൽ ഇതിൻ്റെ പുറകിലുള്ള ഗൂഢാലോചന, എങ്ങനെ ഇങ്ങനൊരു ആരോപണം പുറത്തു വന്നു, ഇത്തരം കാര്യങ്ങൾ അതിൻ്റെ പുറകെ ആ പരാതിയിൽ പറയുന്ന ആ കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചാൽ മതി എന്ന രീതിയിൽ ഒരു അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ പറ്റുമോ? അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും പരിശോധിക്കില്ലേ? അപ്പോൾ ഈ പറയുന്ന ആരോപണങ്ങളും അന്വേഷിക്കില്ലേ? അല്ല, നമുക്കറിയാമല്ലോ ഇവിടെ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളുടെയൊക്കെ മുൻകാല ചരിത്രം നമുക്കറിയാം. ഇവിടെ ആര്യ രാജേന്ദ്രൻ ഇവിടെ പിന്നെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിയോ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി ആഫീസിൽ നിന്നൊക്കെ വന്ന കത്തിനെ കുറിച്ച് അവരൊരു പരാതി നൽകിയിരുന്നല്ലോ. അതിൻ്റെ അന്വേഷണം എന്താ? എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ? നിങ്ങൾ ഈ പറഞ്ഞ പോലെ അതും ഗൂഢാലോചന അന്വേഷിക്കാനുള്ള ഒരു അന്വേഷണമായിരുന്നു. ആ അന്വേഷണം പാതി വഴിയിൽ എന്നോ നിലച്ച് എല്ലാവരും മറന്ന് വിസ്മൃതിയിലാണ്ടുപോയി. ഇതൊക്കെ നമുക്കൊരുപാട് പ്രീസിഡൻസുകൾ ഇതേ ഗവൺമെൻറ് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ മുമ്പിൽ എടുത്തു വച്ച് തന്നിട്ടുണ്ട്. അതൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടറിയാം ഇതൊക്കെ കേവലം ഗീർവാണങ്ങളും ഒരു ചർച്ചയിൽ വന്നിരുന്ന് തൽക്കാലം അവിടെ നിന്ന് രക്ഷപ്പെടാനോ മുഖം മിനുക്കാനോ ഒക്കെ പറഞ്ഞൊഴിയുന്ന വാചകങ്ങൾക്കപ്പുറത്ത് ഇതിനൊക്കെ വല്ല കാര്യമോ കഴമ്പോ ഉണ്ടോ? ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇതങ്ങ് നീട്ടിക്കൊണ്ടു പോയിട്ട് അവസാനം MP രാജേഷ് റിയാസിനൊക്കെ ഒരു മംഗളപത്രം ചമച്ചുകൊണ്ട് ഈ പറഞ്ഞ ബാലാട്ടികളായ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരൊക്കെ അവരുടെ ക്രിയ അവസാനിപ്പിക്കും എന്നതിൻ്റെ അപ്പുറത്തൊന്നും ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് നമുക്ക് മുൻ അനുഭവങ്ങൾ വെച്ച് വളരെ കൃത്യമായിട്ടറിയാം. അതുകൊണ്ടാണ് ഇതൊരു ജനങ്ങളുടെ സമക്ഷം ജനകീയ കോടതിയിൽ ഈ വിഷയം വലിയൊരു ചർച്ചയാകുകയും ഇവരൊക്കെ ജനകീയമായി പ്രതിരോധത്തിലും ആവേണ്ടതുണ്ട്. അതിൻ്റെ അപ്പുറത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഇവിടെ BJP-കാരൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ V മുരളീധരൻ പറഞ്ഞ പോലെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചാൽ അവർക്ക് ഈ സത്യങ്ങളൊക്കെ ശേഖരിച്ച് അത് വെച്ച് CPM-നെ വിലപേശാനും അവരെ വരുതിക്ക് നിർത്താനും ഗൺ പോയിന്റിൽ നിർത്തി അവരുടെ കാര്യങ്ങൾ സാധിപ്പിക്കാനും ഒക്കെ മറ്റൊരു ഉപായമാകുമെന്നതിൽ കവിഞ്ഞ് അവിടെയും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്കാകെ അന്തിമമായിട്ട് ഈ ജനാധിപത്യത്തിൻ്റെ കെട്ടകാലത്ത് ജനകീയ കോടതി മാത്രമേ ഇതിനൊക്കെ അവസാന അഭയവും ആശ്രയവുമായിട്ടുള്ളൂ. ജനങ്ങളുടെ മുമ്പാകെ കാര്യകാരണ സഹിതം ഇത് അവതരിപ്പിക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷം വളരെ പ്രസക്തമായ സ്ഥിതി ഇപ്പോൾ കൈവരിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് CPM-ൻ്റെ ഈ പറഞ്ഞ അവരുടെ നിലപാടുകളിൽ നിന്ന് അവരുടെ ചെയ്തികളിൽ നിന്ന് അവരെന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ബോധ്യം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും വരും നാളുകളിൽ അത് കൃത്യമായിട്ട് രൂക്ഷമാവുകയും CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രതിരോധത്തിലേക്ക് പോവുകയും ചെയ്യും. ഏതൊരു ക്രിമിനലുകളും, ഒരു ക്രിമിനോളജിയിൽ ഒരു ചൊല്ലുണ്ട്, ഏത് ക്രിമിനലുകളായാലും എത്ര വൈദഗ്ധ്യമുള്ള ക്രിമിനലുകളായാൽ പോലും ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ ഒരു
പിന്നെ ഏതെങ്കിലും ഒരു ഒഴിവ് കഴിവോ ഒരു വീഴ്ചയോ എങ്കിലും അവർ അവശേഷിപ്പിച്ചിട്ട് പോവുകയുള്ളൂ എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ ഇവിടെ വലിയൊരു ക്രിമിനൽ പ്രവൃത്തി നടക്കുകയാണ്, വലിയൊരു അഴിമതി നടക്കുകയാണ്. അതിന് മുൻകൂറായി തന്നെ ചില കാര്യങ്ങൾ ഇവിടെ പൊതുസമക്ഷം വീണ് കിട്ടി. അതുകൊണ്ട് ഇത് ഇത്ര വലിയ ചർച്ചയായി. അല്ലെങ്കിൽ CPM ഒക്കെ ഇതൊക്കെ ഭംഗിയായിട്ട് പൂർത്തിയാക്കി പൊടിയും തട്ടി പോവുമായിരുന്നു, അവർ ഇതേപോലെ ന്യായീകരണങ്ങൾ ചമക്കുമായിരുന്നു. ഞാൻ മന്ത്രി റിയാസിന്റെ പ്രസ്താവനയെ കണ്ടപ്പോൾ എനിക്ക് വലിയ ദുഃഖം തോന്നി. മുഖ്യമന്ത്രിക്ക് എന്താ വേറെ പണിയില്ലേ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതുപോലെ അധികാര പ്രമത്തത ബാധിച്ച് അതിൻ്റെ അന്ധതയിൽ പൂണ്ട് വിളയാടി ഉന്മാദികളെപ്പോലെ പെരുമാറുകയും പറയുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരാണല്ലോ ഇവരെന്നൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ മുൻകാല നേതാക്കളുടെയും അതിൻ്റെ പശ്ചാത്തലവും ചരിത്രവും ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് വലിയ ദുഃഖമുണ്ട്. കേരളം എത്തിപ്പെട്ട ഈ പ്രതിലോമകരമായ രാഷ്ട്രീയ അവസ്ഥയിൽ ഈ തുടർഭരണത്തിൻ്റെ ഈ അഹന്തയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് ധൈര്യം വരുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ വളരെ കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട് എന്നൊരു സമാശ്വാസം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. Debate with Smriti Parithikad.